സമസ്ത ഐക്യ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇരുവിഭാഗവും നിലപാടെടുത്തതോടെ ഐക്യശ്രമത്തിനായുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഉടൻ തുടക്കമാകും. ഇരുവിഭാഗവും സംബന്ധിച്ചാൽ ഐക്യ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് 2018 മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ സമിതി കൺവീനർ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഐക്യ ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് തടസ്സം നിന്നുവെന്ന പ്രചാരണങ്ങൾ ശരിയല്ലെന്നും അബ്ദുൽ ലത്തീഫ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. അതേസമയം സമസ്തയുമായുള്ള ഐക്യ ചർച്ചകൾ തുടരുമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. 2018 സമസ്തയിലെ EK-AP വിഭാഗങ്ങൾ ഒരുമിക്കുന്നതിനായുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. മധ്യസ്ഥ സമിതിയുടെ ചെയർമാനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കൺവീനറായി ഡോക്ടർ EN അബ്ദുൽ ലത്തീഫും പ്രവർത്തിച്ചു. 17 സിറ്റിംഗുകൾ നടത്തി. കോവിഡിന് ശേഷം ഐക്യചർച്ചകൾ നടന്നില്ല. തുടർന്നും ഐക്യചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് മുൻ സമിതി കൺവീനർ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. നമ്മൾ അന്ന് തൽക്കാലം ചർച്ച അവിടെ നിർത്തിവെച്ചു എന്നല്ലാതെ സമിതി നമ്മൾ പിരിച്ചുവിട്ടെന്നോ അല്ലെങ്കിൽ സമിതിന് വേണ്ടതൊന്നും വെച്ചിട്ടില്ല. കമ്മിറ്റി ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ ഇനി അടുത്ത ചർച്ചകൾ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകണോ മറ്റാളുകൾ പോകണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചൊരു സംഭവം എന്ന നിലക്ക് എല്ലാവിധ സഹകരണങ്ങളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അന്നത്തെ ചർച്ചകളുടെ ഭാഗമായി നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞതായും ഐക്യചർച്ചകളെ മുസ്ലിം ലീഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങൾ ശരിയല്ലെന്നും അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സംഘടനാപരമായ ഒരു ഇടപെടലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും എന്താ പറയുന്നതിന്റെ എന്താണ് യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് 100% പിന്തുണയാണ് ആ ഭാഗത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. ഐക്യത്തിനായി ഇരുകൂട്ടരും ഒരേ മനസ്സോടെ നിന്നാൽ 2 വർഷത്തിനകം ലയനം തന്നെ സാധ്യമാകുമെന്നും അബ്ദുൽ ലത്തീഫ് പ്രതീക്ഷ പങ്കുവച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.